ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ നമ്മൾ നട്ട മുളക് നിറയെ കാഴ്ച നിൽക്കുന്നത് കണ്ടോ? സിറ എന്ന ഇനത്തിൽപ്പെട്ട മുളകാണിത്. ഇത് നിറയെ കാഴ്ച നിൽക്കുന്നത് കൊണ്ട് നല്ല സന്തോഷമാണ് എനിക്ക്. നിങ്ങളും ഇതുപോലെ കൃഷി ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ 2-3 ചീനിത്തൈകൾ നട്ടാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായതും വിഷമില്ലാത്തതുമായ മുളകുകൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചീനിത്തൈകൾക്ക് സൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ ചീനിത്തൈകളായിരുന്നു രണ്ടും. ഇതിൻ്റെ ചോട്ടിൽ നിറയെ കളകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് മയിൽപ്പീലി ചീര. ഇതിൻ്റെ ഇലകളുടെ നിറം പച്ചയും വയലറ്റും ആണെങ്കിലും കറി വെച്ചതിന് ശേഷം ചുവന്നിരിക്കും. ഇതിൻ്റെ കളകളെല്ലാം പറിച്ചു കഴിഞ്ഞു. ഇതിൽ നിറയെ പൂമൊട്ടുകളുണ്ടായിട്ടുണ്ട്. ചീനിത്തൈകൾക്ക് ചാരമിട്ട് കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ. കന്നുകാലിൻ്റെ കൂട് കഴുകുന്ന വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ചീനിത്തൈകൾക്ക് നല്ല വെയിൽ ആവശ്യമാണ്. മുളകുകൾ പല ഇനങ്ങളുണ്ട്. മുകളിലേക്ക് കായ്ക്കുന്ന മാനം നോക്കി എന്ന മുളകുമുണ്ട്. ഇതുപോലെ നിറച്ച് മുളകുകൾ കായ്ക്കണമെങ്കിൽ ചെറിയ പൂമൂട്ടുകൾ വരാൻ തുടങ്ങുമ്പോൾ തന്നെ എപ്സം സാൾട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1 ടീസ്പൂൺ എപ്സം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ ചുവട്ടിലൊഴിക്കണം. 1 ലിറ്റർ എപ്സം സാൾട്ട് ലായനി 5-6 ചെടികൾക്ക് ഒഴിക്കാവുന്നതാണ്. ഇത്തിരി ഒഴിക്കരുത്. എപ്സം സാൾട്ടിൻ്റെ അളവ് കൂടിപ്പോയാൽ ചെടി കരിഞ്ഞു പോകും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ട ഗുണ്ടുമുളകാണ്. നമ്മളെ വയലറ്റ് ഗുണ്ടുമുളക്. ഇപ്പോഴും ഇതിൽ നിറയെ കായുണ്ടാകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മാനത്തോട്ടി മുളക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മുലയിൽ കുറേ മുളകുകളുണ്ടായി മുകളിലോട്ടാണ് കായ്ക്കുന്നത്. ഇതാണ് സിറാമുളകിൻ്റെ കുഞ്ഞു തൈകൾ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ എടുത്ത വീഡിയോയാണിത്. ഇനി നമ്മുടെ മൂത്ത സിറമുളകുകളെല്ലാം പറിക്കുകയാണ്. സന്ധ്യ ആയതുകൊണ്ട് വെട്ടം കുറവായിരുന്നു. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ചെടികളിൽ നിറയെ മുളകുണ്ടാകുന്നത് കൊണ്ട് അതിന് താങ്ങായി ഒരു കമ്പ് കുത്തി കൊടുക്കേണ്ടതാണ്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.